നമുക്ക് സദ്യ സ്റ്റൈലിലുള്ള ക്യാബേജ് തോരൻ ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വലിയൊരു ക്യാബേജ് എടുക്കുക. എന്നിട്ട് ഞാനത് രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ ക്യാബേജിൻ്റെ മുകളിലെ ഭാഗം ഹാർഡായിട്ടുള്ളത് നമുക്ക് എടുത്ത് കളയാം കേട്ടോ. അത് നമ്മൾ കുക്ക് ചെയ്തില്ല. ഓക്കെ, അപ്പം ഞാൻ 2 ലെയർ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന് ശേഷം ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ കൊത്തിയരിയണം കേട്ടോ. ക്യാബേജിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ നീളത്തിൽ തന്നെ ഇങ്ങനെ കൊത്തിയരിയണം, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 കപ്പ് ക്യാബേജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെറുതായി കൊത്തിയരിയുക. ഇനി ഇത് നമുക്ക് വാഷ് ചെയ്തെടുക്കണം. ക്യാബേജ് എപ്പോഴും നമ്മൾ അരിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വാഷ് ചെയ്തെടുക്കുക. ഒരു പാൻ ചൂടാക്കുക, ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിടാം കേട്ടോ. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഉറുദാലും കൂടി ഇടാം കേട്ടോ. ഉഴുന്നും പരിപ്പ് ഇടാം. അതിന് ശേഷം കുറച്ച് സവാള കൊത്തിയരിഞ്ഞതും കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 3 പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കും. ഒരുപാട് സോട്ട് ആവണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ സോട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞളിട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞളിടുന്നത് നമ്മൾ കളറിന് വേണ്ടിയിട്ടാണ്. ഒരു 1/2 ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ മഞ്ഞൾ നിങ്ങൾ എത്ര ക്യാബേജ് എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് ഇടാം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും 1/2 കപ്പ് തേങ്ങ ചിരവിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. ഇതിട്ടതിന് ശേഷം ഒന്നും കൂടി ഇത് സോട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ആക്ച്വലി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സദ്യ ഡിഷാണ് കേട്ടോ ഇത്. ക്യാബേജ് തോരൻ പെട്ടെന്നാവും. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സോ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.